ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. രാവിലെ എണീറ്റതും നമ്മുടെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നൂൽപുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ തലേ ദിവസം വെള്ളത്തിലിട്ട് കടലുണ്ട്, അത് ഉപ്പിട്ടിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇവിടെ നൂൽപുട്ടിനൊന്ന് കുഴച്ചെടുക്കണം. നൂൽപുട്ടിന് കുഴച്ചിട്ടുണ്ട്. എൻ്റെ മോള് സ്കൂളിലേക്ക് പോകുമ്പോൾ ചായയുടെ കൂടെ എന്താണോ ഉണ്ടാക്കിയത് അതാണ് അവൾ കൊണ്ടുപോകാറ്, ചോറ് കൊണ്ടുപോകാറില്ല. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും അവൾ പോകുമ്പോഴേക്ക് കഴിക്കാനും കൊണ്ടുപോകാനും ഉണ്ടാക്കണം. അപ്പോൾ ഇതാ കടലയിലേക്കുള്ള ഉള്ളിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഒരു വലിയ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത്. ഇനി അതിലേക്ക് 5 or 6 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് വെക്കാം. അതുപോലെ തക്കാളി, അരമുറി തക്കാളി. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. വലിയ ഉള്ളി നല്ലപോലെ ഒന്ന് വാടിയ ശേഷം തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ വാട്ടാം. ഇതൊക്കെ നൂൽപുട്ട് റെഡിയായി. അപ്പോൾ തക്കാളിയും വെളുത്തുള്ളിയും ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും, അതുപോലെ മുളക് പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ വാടിയ ശേഷം അതിലേക്ക് കടല ചേർത്ത് കൊടുക്കണം. കടല ചേർത്ത് കൊടുക്കുമ്പോൾ കടല അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല പോലെ അരച്ച് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ അത് ചേർത്ത് നല്ല പോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് വന്ന ശേഷം തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ മോള് പോവാൻ ടൈമായിട്ടുണ്ട്. അവൾക്ക് ഞാൻ കഴിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാത്രത്തിൽ റെഡിയാക്കി കൊടുക്കാം. അങ്ങനെ അവൾ സ്കൂളിലേക്ക് പോയി. ഇനി ഇതുവരെ ചെയ്ത പാത്രങ്ങൾ ഒരുപാടുണ്ട് അവിടെ കഴുകാനായിട്ട്. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. കുട്ടികൾ സ്കൂളിൽ പോകലും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജോലി ഉണ്ടാവും. രാവിലെ തന്നെ അവരവിടെ വലിച്ചിട്ടതും ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ വലിച്ചു വാരിയിട്ടതും ഒക്കെ ഉണ്ടാവും. അവർ പോയാലേ നമുക്ക് ജോലി നേരെടുത്താൽ റെഡിയായി കിട്ടുള്ളൂ. അവൾ പോയ ശേഷം ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങാറുള്ളൂ. ഒരാളും കൂടി ഉണ്ട് പോകാൻ. അവൾക്ക് 10 മണിക്കാണ് സ്കൂള്. അപ്പോഴേക്കും ചായ കുടിയും മുറ്റടിക്കലൊക്കെ കഴിയും. ചായ കുടിക്കുകയാണ്. ഈ കടലക്കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ടേസ്റ്റാണിത്. ഇനി മോള് പോകുമ്പോഴേക്കും അവൾ സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. അതിന് അവൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപ്പേരിയോ പൊരിച്ചതോ ഒക്കെ കൊണ്ടുപോകും. അപ്പോൾ സോയാബീനാണ് അവൾക്കിഷ്ടം. അത് നല്ലപോലെ തിളച്ച വെള്ളത്തിലൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, 1 ടീസ്പൂണ് അരിപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കും. പിന്നെ അവൾക്കും പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അവൾ സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. അവൾക്ക് പിന്നെ പാത്രവും ബുക്കും ഒക്കെ നമ്മൾ തന്നെ ബാഗിലൊക്കെ റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ അവളും പോയി. കുറേ ദിവസം മഴയായ കാരണം ഞാൻ ചെടികളൊന്നും നനച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. അപ്പോൾ ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്നൊന്ന് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ജറബറൻ്റെ ചെടി എൻ്റെ അടുത്ത് മഞ്ഞയും റോസും ചുവപ്പും ഉണ്ട്. അതിലിപ്പോൾ ചുവപ്പൊന്ന് വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ ആയിട്ട്. അപ്പം ഇനി ഞാൻ കുക്കറിലാണ് ചോറ് എപ്പോഴും വെക്കാറ്. അപ്പോൾ കുക്കറിൽ ചോറൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരുപാട് തിരുമ്പാനുണ്ട്. അപ്പോൾ അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് അതിലേക്ക് ലിക്വിഡും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ബെഡിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തിരുമ്പാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി കൊടുക്കാം. പിന്നെ അതിന് ശേഷം അടിച്ചലും തുടക്കലും അതുപോലെ ക്ലീനിങ്ങൊക്കെ ആയിരിക്കും കേട്ടോ. ഉണങ്ങിയ തുണികൾ കുറേ ഉണ്ട്. അത് മടക്കി റെഡിയാക്കി അലമാറയിലേക്കൊക്കെ കൊണ്ടുപോയി വെക്കും. എന്നിട്ടാണ് ഞാൻ തുടക്കാൻ നിൽക്കാറ്. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ബീഫ് വരട്ടണം എന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് തുടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ക്ലീനിങ് കഴിഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കും. ഉച്ചക്ക് വേണ്ട കറികളും ഉപ്പേരിയൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ കാബേജ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. ചോപ്പറിൽ കട്ട് ചെയ്താൽ നല്ലപോലെ ചെറുതായിട്ട് കിട്ടും. അതിനാണ് ഞാൻ ചോപ്പറിൽ കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട വലിയ ഉള്ളി പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ബീഫ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി വലിയ ജീരകം കൂടെ നല്ലപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചിട്ടുണ്ട്. ബീഫ് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് കറിവേപ്പില 2 ടീസ്പൂണ് മുളക് പൊടി 1.5 ടീസ്പൂണ് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 3 ടീസ്പൂണ് മല്ലിപ്പൊടി വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് 1 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം. ബീഫ് വെക്കുമ്പോൾ ഞങ്ങളെപ്പോഴും വിറകടുപ്പിലാണ് വെക്കാറ്. അപ്പോൾ അത് വിറകടുപ്പത്താണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. വേറൊരു മൺപാത്രത്തിൽ കറി വെക്കാനായിട്ട് കുമ്പളങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് പച്ചമുളക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും ഉപ്പിന് ആവശ്യമായിട്ട് ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വേവാനായിട്ട് വെക്കണം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഉപ്പേരി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ആദ്യം നമ്മളവിടെ അരിഞ്ഞു വെച്ചില്ലേ ആ പച്ചമുളകും വലിയ ഉള്ളിയും കൂടെ ഇതിലിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വലിയ ഉള്ളി വാടിയ ശേഷം നമ്മൾ കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ കാബേജ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്കൊരു കുറച്ച് വെള്ളം 1 ടീസ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് അത് അടച്ച് വെച്ച് ആവിക്ക് വേവിച്ചെടുക്കണം. അത് വേകുമ്പോഴേക്കും കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയിലെ ഉള്ളിയും ചെറിയ ജീരകവും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട തൈര് ഇവിടെ മിക്സിയിൽ അടിച്ച് വെച്ചതുണ്ടായിരുന്നു. അത് ഈ കറിയിലേക്ക് ഒഴിച്ച് അരപ്പ് ചെറുതായിട്ടൊന്ന് ചൂടായ ശേഷം അതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ലപോലെ തിളക്കരുത്. ഒന്ന് ചെറിയ തിള വരുമ്പോൾ നമുക്ക് മാങ്ങിയെടുക്കാം. ഇനി കറി ഒന്ന് കടുക് പൊട്ടിക്കണം. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കടുക് പൊട്ടിയ ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ പപ്പടം പൊരിക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. ഇനി പപ്പടം ഒന്ന് പൊരിച്ചെടുക്കും. ഇപ്പോൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയായി. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന ടൈം ആയപ്പോഴേക്കിന് ഇനി ചായ വേണം. അവർ വന്നാൽ അവർക്ക് അപ്പം ചായ വേണ്ടി വരും. അപ്പോൾ ചായ റെഡിയാക്കി എടുക്കുകയാണ്. ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
ഇവിടെ ബേക്കറി ഉണ്ട്, എന്നാൽ അത് കൊടുക്കാമെന്ന് വെച്ച് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടെ എനിക്ക് കമൻറ്റ് വളരെ കുറവാണ്, കമൻറ്റ് ആരും ചെയ്യാറില്ല, അതുകൊണ്ട് കമൻറ്റ് കൂടെ ചെയ്യണേ.